പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരുമിച്ചെന്ന കൂട്ടായ്മയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആദ്യം കേട്ടതുപോലെ ഞാൻ പോലീസായിട്ടാണ് ചെന്നെങ്കിലും ഈ പോലീസിനെ ആൾക്കാരിങ്ങനെ ഉറ്റുനോക്കുക, ഈ പുള്ളി എന്ത് സൈസാടാ എന്നിങ്ങനെ. സ്തോത്രം. കൂട്ടാല സഭയിൽ പോലീസ് പോയി ഏറ്റവും ഫ്രണ്ടിൽ, ഈ കൊച്ചിരിക്കുന്ന പോലെ ഏറ്റവും ഫ്രണ്ടിൽ പോയി മുട്ടുമടക്കി അവിടെ അങ്ങ് ഇരുന്നു. സ്തോത്രം. അപ്പം അവർ നോക്കുക, ഈ പോലീസ് വന്ന് മുമ്പിൽ വന്നിരിക്കുക. പോലീസാണെങ്കിലും മുട്ടയിലിരിക്കാൻ നല്ല ശീലമായിരുന്നു. അന്നും കാലേ തഴമ്പുണ്ട്, ഇന്നും കാലേ തഴമ്പുണ്ട്. കരമുയർത്തി സ്തോത്രം ചെയ്തു. അപ്പം അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ് പ്രസംഗിക്കണം. ഇവിടെ പ്രസംഗത്തിന് പഞ്ഞൊന്നുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരാധിക്കുമ്പോൾ ഏറ്റവും ശക്തിയിൽ കൈയടിച്ച് ആരാധിക്കും. അന്ന് കർത്താവിദാസൻ സജിയുടെ പിതാവ് ജോർജായ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഭാര്യ പിതാവ് അദ്ദേഹം ജോർജായിരുന്നു. ഇവരൊക്കെ ആത്മാവിൽ ആരാധിക്കുന്ന മുന്നരെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ജോർജായൻ പാട്ട് തുടങ്ങുമ്പോഴേ ആത്മാവിലാകും. സ്തോത്രം. അങ്ങനത്തെ ആത്മീയ തലമുള്ള സഭയായിരുന്നു. പിൽക്കാലത്ത് സഭയുടെ ചരിത്രമൊക്കെ കുറെ മാറ്റമൊക്കെ വന്ന് ഈ കഴിഞ്ഞ ഞാനിഞ്ഞ് പോരുന്നതിന് ഒരു 4 ദിവസം മുമ്പേ ആ സഭയിൽ പോയി ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിച്ചു. സ്തോത്രം. കാലങ്ങൾക്ക് ശേഷം അവിടെ പോയി ശുശ്രൂഷിച്ചു. സഭ ഉണർത്തപ്പെടാൻ തുടങ്ങിയിരിക്കുക. അവർ ദേശത്തിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞു, പഴയ കാലം പണ്ടത്തെ ഒരു കാലത്തിലേക്ക് മടങ്ങി വരാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അവ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ ശുശ്രൂഷയിൽ കർത്തൃദാസനെയും കർത്താവ് ഉപയോഗിക്കുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയങ്ങൾ വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് ആരാധനയ്ക്ക് പോയി. രാവിലെ ഒരു ആരാധനയ്ക്ക്. സ്തോത്രം, സ്തോത്രം. എല്ലാവരും ഇങ്ങനെ നോക്കുക തന്നെ, ഞാൻ എന്താ പറയാൻ പോണെന്നല്ലേ. സ്തോത്രം. എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ഒന്നല്ല, ആ രീതികൾ. ആത്മാവിൽ ശക്തിപ്പെട്ട് നൃത്തം വെച്ച് ആരാധിക്കാൻ അവർക്ക് ലജ്ജയില്ല. പാട്ട് നമ്മൾ ഒരുപാട് 5-6 ആവർത്തി പാടിയില്ലെങ്കിലും ആത്മശക്തിയിൽ ബലപ്പെട്ട് കയറുന്ന ഒരു അനുഭവം എനിക്ക് സന്തോഷമായി. എന്നോട് പറഞ്ഞ 10:30 ആകുമ്പോഴത്തേക്കും നിർത്തണം. ഞാനൊരു 10:30-ക്ക് ഒരു 10 മിനിറ്റ് മുമ്പേ പാട്ടെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ ആൾക്കാരെ മുന്നോട്ട് ക്ഷണിച്ചു. പാട്ട് തുടങ്ങി ആദ്യം 2 പേര് വന്ന് നിന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേച്ച് കണ്ണു നോക്കിയപ്പോൾ പിന്നെ ഒരു കൂട്ടം ജനം നിൽക്കുക. 11:15 ആ പ്രാർത്ഥന തീരുമ്പോൾ. സ്തോത്രം. അവരടുത്ത ദിവസം സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി. സ്തോത്രം. ഞാൻ പറഞ്ഞത്, നമുക്ക് ദാഹമുണ്ടോ? കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. നിങ്ങൾ സമയം ചിലവിട്ട് ഇതിനകത്ത് വന്നാൽ ലഭിക്കുന്ന സമയം, ആ സമയത്ത് പ്രാപിക്കാനുള്ളത് പ്രാപിക്കാൻ നമുക്കൊരു വാഞ്ചയുണ്ടോ? കർത്താവ് വിടിപ്പാൻ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ അനുദിനം ദൈവപ്രവൃത്തി അനുഭവത്തിൽ കണ്ട് മുന്നോട്ട് പോകുക. അനുഭവത്തിൽ കണ്ട് മുന്നോട്ട് പോവുക. ബിജു ബ്രദർ ഓർപ്പിച്ച പോലെ ആദ്യം ഞാൻ ഈ ഖത്തറിൽ വരുന്നത്, ബിജു ബ്രദർ യാദൃച്ഛികമായി ഞാൻ ഡൽഹിയിൽ 3 ദിവസത്തെ മീറ്റിങ്ങിന് പോയിരുന്നു. അവിടെ ജോയൽ എന്നൊരു പയ്യനുണ്ടായിരുന്നു. അതിന് കുറെ നാൾ മുമ്പ് ഈ ജോയലിൻ്റെ വീട്ടിൽ പോയി ഞാനൊരു ശുശ്രൂഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് 3 ദിവസത്തെ കൺവെൻഷനിൽ 2 ദിവസം ഞാനും 1 ദിവസം രാജുമേത്രയും ആ മീറ്റിങ്ങിൽ ശുശ്രൂഷിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, വർഷങ്ങളെ എനിക്ക് വിദേശത്ത് പോകണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ദുബായി ചെന്നപ്പോൾ ജോയല് അടുത്ത മുറിയിൽ ആരാധനയ്ക്ക് വന്ന എൻ്റെ ഒച്ച കേട്ടിട്ട് അദ്ദേഹം ഓടിക്കയറി വെച്ച്, പാസ്റ്റങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കേട്ടപ്പോൾ വന്ന ശബ്ദം കേട്ടു. അപ്പോൾ എൻ്റെ ശബ്ദം ഏതാണ്ട് പിടികിട്ടും. ശബ്ദം കേട്ടു വന്ന അങ്ങനെ ജോയൽ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഖത്തറിൽ പോകണം, പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ കേട്ടത് ഖത്തറിലാണ്. അങ്ങനെ ഖത്തറിൽ വന്ന ജോയല് ബിജുബ്രദറായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ പേര് പറഞ്ഞു. എങ്ങനെയോ അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ആ ബന്ധം
ആത്മബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല, ഒരുപാട് ആൾക്കാരായിട്ട് വലിയ ഇതുമില്ല. ഇങ്ങനെ ചുരുക്കം എവിടെയെങ്കിലുമൊക്കെ ഉള്ളൂ. ആ ബന്ധങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചില ബന്ധങ്ങൾ ചുരുക്കം സമയം കൊണ്ട് മാറിപ്പോകും. എന്നാൽ മാറാത്ത ബന്ധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായി വായിക്കാം മത്തായി സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യം. മാത്യു ചാപ്റ്റർ 9 verse 17. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. രണ്ടും ഭദ്രമായിരിക്കും. തുരുത്തിയും വീഞ്ഞും ഭദ്രമായിരിക്കും. ഈശോ മശിഹ ഉപവാസത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ മുന്നിൽ പറയപ്പെട്ട ഒരു സന്ദേശത്തിന്റെ ശകലമാണ് നാം എടുത്തു വായിച്ചത്. അതിനകത്ത് ഈശോ മശിഹയെ ആഗ്രഹിച്ചത് തുരുത്തി വീഞ്ഞും കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് വീഞ്ഞിന്റെ തുരുത്തിയുടെ ശ്രേഷ്ഠതയൊന്ന് തെളിയിക്കാൻ. തുരുത്തിയും വീഞ്ഞും എന്നത് മനുഷ്യനിൽ വെളിപ്പെടുവാനുള്ള പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന മാർമിക സത്യമാണെന്ന് ഒന്നാമത് നാം തിരിച്ചറിയണം. മനുഷ്യൻ ദൈവത്തിന്റെ തുരുത്തിയാണ്. മനുഷ്യനിൽ പകരുന്ന പരിശുദ്ധ ആത്മാവ്, ആത്മാവാക്കുന്ന വീഞ്ഞ്, അതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ക്രിസ്തുവിലാക്കുന്ന മനുഷ്യൻ സുരക്ഷിതനാക്കണം. അവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അത് സുരക്ഷിതമായി അവനിൽ വെളിപ്പെട്ടു നിൽക്കണം. അതാണ് കർത്താവ് ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി തുരുത്തിയുണ്ട്, ഒരുപാട് തുരുത്തിയുണ്ട്. സ്തോത്രം. വെള്ളമൊഴിക്കുന്ന തുരുത്തിയുണ്ട്, പാലൊഴിക്കുന്ന തുരുത്തിയുണ്ട്, വീഞ്ഞൊഴിക്കുന്ന തുരുത്തിയുണ്ട്. ഇനി വ്യത്യസ്തമായി കണ്ണുനീര് ഊറ്റിവെക്കുന്ന തുരുത്തിയുണ്ട്. പിന്നെ യിരെമ്യാപ്രവചനത്തിൽ വായിക്കുമ്പോ ഈ കൊല്ലന്റെ ആലയിൽ ഒരു സാധനമുണ്ട്, അതിനും വചനം കൊടുത്തിട്ട് തുരുത്തി എന്ന. സ്തോത്രം. കൊല്ലൻ ഇങ്ങനെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ലെതറിന്റെ സാധനം ഇങ്ങനെ ഏറ് തള്ളിക്കൊണ്ടിരിക്കും, അതിന് കൊടുത്തിരിക്കുന്നതും തുരുത്തി എന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ ഇതുപോലെ ചിലത് തൊട്ട വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുക. ഒടുവിൽ എനിക്കൊന്ന് ആരാധിക്കാൻ ആഗ്രഹമുണ്ട്. ഈ വീഞ്ഞൊന്ന് പകരണ്ടേ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ജനം പറഞ്ഞു, ഇവര് പുതുവീഞ്ഞു കുടിച്ചവരാ. പത്രോസ് പറഞ്ഞു, പുതുവീഞ്ഞല്ല കുടിച്ചത്, ഇത് ആത്മാവിന്റെ പകർച്ചയാണ്. ഇന്ന് രാത്രിയിൽ ആത്മപകർച്ചയാക്കുന്ന ആ വീഞ്ഞ് പകരപ്പെടണമെങ്കിൽ തുരുത്തിക്കൊരു പുതുക്കം വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. വാക്യം എങ്ങനെയാ ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരാറില്ല. പഴയ തുരുത്തി. അപ്പൊ ഈ തുരുത്തി പഴകും എന്നത് സത്യമാണ്. തുരുത്തി കാലം കൊണ്ട് പഴകും. തോൽ കൊണ്ട് തുന്നി കുത്തി കെട്ടി ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് തുരുത്തി എന്ന് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ വെളിപ്പെടുത്തി തരികയാണ്. ആ തോൽ തുരുത്തി അതിനകത്ത് വെള്ളം പകരും, അതിനകത്ത് വീഞ്ഞ് പകരും, അതിനകത്ത് പാല് പകരും. അതിന് തക്കവണ്ണം അതിനെ ഒരുക്കിയെടുക്കും. ഇത് പുതുക്കിക്കൊണ്ടിരിക്കും. കുറെ പഴക്കം ചെന്നാൽ
തുരുത്തി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിൽ പകരുന്ന വസ്തു ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുരുത്തി പുതുക്കും. ഇന്ന് രാത്രി തിരിച്ചറിയണം, മനുഷ്യനാക്കുന്ന ഈ തുരുത്തിക്ക് വരുത്തേണ്ട പുതുക്കമെന്ന് പറയുന്നത് കാലക്രമത്തിൽ വന്നു ചേരുന്ന പാപ സ്വഭാവങ്ങൾ, ദുഷിച്ച ശീലങ്ങൾ, തെറ്റായ ശീലങ്ങൾ, തെറ്റായ സ്വഭാവങ്ങൾ, തെറ്റായ അനുകരണങ്ങൾ, അതിനു മാറ്റം വരാൻ അതിനെ പുതുക്കേണ്ടത് ആവശ്യമാണ്. Praise the Lord. സാധാരണ തോൽത്തുരുത്തി പുതുക്കാൻ വേണ്ടി വെക്കുന്നത് കുറച്ചു നാൾ അതിനെ പുകയത്തു വെക്കുവാനിടയായി തീരും. പുകയത്തു വെക്കുമ്പോൾ ആ തുരുത്തിക്കൊരു മുറുക്കം വരും. അതെടുത്ത് കുത്തിത്തുന്നി പുകയത്തു വെച്ച് പിന്നീട് അതിനെ കഴുകിയെടുത്ത് അതിനെ വിശാലമായി ഉപയോഗിക്കാനിടയാക്കും. അതുകൊണ്ട് ഈ തുരുത്തി പുകയത്തു വെച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ശരിയാക്കുന്നത് പോലെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും സമയം വേർതിരിച്ച് ദൈവത്തിനെ ഇരുത്തിയത് സ്വഭാവങ്ങൾക്ക് മാറ്റം വരാൻ, അവസ്ഥകൾക്ക് മാറ്റം വരാൻ, സ്ഥിതികൾക്ക് മാറ്റം വരാൻ, ചൈതന്യം വരാൻ, പുതുക്കിയെടുക്കാൻ വേണ്ടിയാണ്. Praise the Lord. Praise the Lord. ചിന്തക്കകത്ത് പാപം, നോട്ടത്തിനകത്ത് പാപം, വാക്കിനകത്ത് പാപം, പ്രവർത്തികൾക്കകത്ത് പാപം, കാഴ്ചകൾക്കകത്ത് പാപം. പാപത്തിന് മറയില്ലാതെ പാപം ഇങ്ങനെ വിശാലമായി കിടക്കിയ കയ്യിനോട് ദൈവം പറയുന്നു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. നിന്റെ വാതിക്കൽ നീ അകത്ത് കടന്നാലും പുറത്ത് കടന്നാലും പാപം ചെയ്യത്തക്കവണ്ണം നിന്റെ വാതിക്കൽ അത് കിടക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. ഇന്ന് രാത്രി തിരിച്ചറിയണം, ആരാധനക്കാർ ആലയത്തിനകത്ത് കിടക്കുമ്പോൾ പുറത്ത് കിടക്കുമ്പോഴും പാപം നിന്റെ വാതിക്കലുണ്ട്. പാപം നിന്നെ പിന്തുടരുകയാണ്. അതിനെ ജയിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, സ്തോത്രം. ശാഠ്യം, ഭിന്നത, അസൂയ, ദുർനടപ്പ്, വ്യഭിചാരം, ദൂഷണം, ദുർഭാഷണം, ജാരശങ്ക, ഒരുപാട് പാപത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുക. സ്തോത്രം. നമ്മൾ ഈ ആൾക്കാരൊക്കെ കാണുമ്പോ ചിരിക്കുമ്പോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുമെങ്കിലും അടുത്തറിയുമ്പോഴാണ് മാറ്റങ്ങൾ കാണുന്നത്. ഞാൻ ചില സമയത്ത് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കും. ഒരിക്കൽ രണ്ടുപേരും കൂടി ഭാര്യയും ഭർത്താവും കൈ കോർത്ത് രണ്ടുപേരും കൂടി രാത്രി 9:30 എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അന്ന് എൻ്റെ വീടിന് ആയപ്പാട് ഞാൻ അന്ന് താമസിക്കുന്നത് എൻ്റെ പ്രയർ സെന്ററിൽ ഒറ്റയ്ക്കൊരു മുറിയും ഒരടുക്കളയും ചെറിയൊരു ഡൈനിങ്ങുള്ള സ്ഥലവും പിന്നെ ഒരു ഹോളാണ്. സ്തോത്രം. അതിനകത്താ താമസിക്കുന്ന 3 കുഞ്ഞുങ്ങളുമായി. സ്തോത്രം. ഞാൻ ഭാര്യയും കുഞ്ഞുങ്ങളെയും ആ ഹോളിലേക്ക് അങ്ങോട്ട് മാറ്റിവിട്ടിട്ട് ഈ മുറിക്കകത്ത് അവരെ രണ്ടുപേരും ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി. ചിരിച്ചോണ്ട് വന്നവരാ. മുറിക്കകത്ത് കയറി ഞാൻ വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ വന്നേ? ഓ, ചുമ്മാ വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അല്ല എന്തെങ്കിലും? ഇങ്ങേരോട് ചോദിക്ക്. അവള് പറയട്ടെ. സ്വത്രം. തുടങ്ങി അങ്ങോട്ട്. എനിക്കിങ്ങനെ ഇവിടെ ജീവിക്കാൻ വയ്യ. സ്വത്രം. ഭയങ്കര കലുഷിതമായി. അവിടെ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, അത് കഴിഞ്ഞ് അടുത്തയാൾക്ക് സമയം തരാം. ഞാനൊരു ബുക്ക് വെച്ചേക്ക് എഴുതാൻ. ഒരാൾ 1.5 മണിക്കൂർ പറഞ്ഞു, അത് മുഴുവൻ ഞാൻ ഷോർട്ട് ഹാൻഡ് എഴുതി. അടുത്തയാൾ 1 മണിക്കൂർ പറഞ്ഞു, അത് എഴുതി 3:30 വരെ ഞാൻ എഴുതി. ഹലോ, ഇനി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇനി വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ പറയരുത്, ഇപ്പൊ പറഞ്ഞോളും. അങ്ങനെ 3:30 വരെ എഴുതി കഴിഞ്ഞ് പിന്നെ ഒരു 1/2 മണിക്കൂർ ഈ എഴുതിയതെല്ലാം കൂടി എൻ്റെ ഓർമ്മയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചവർ രണ്ടും കൂടി പൊട്ടിക്കരഞ്ഞു.
അന്ന് അവരെ ഒന്നാക്കി ചേർത്തു. ഇങ്ങോട്ട് പോരുന്നതിന് ഒരാഴ്ച മുമ്പ് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാ പോകുന്നത്. സ്തോത്രം. പലരെയും കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പലതും വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. തുരുത്തി പുതുക്കപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി കർത്താവെ എന്നെ ഒന്ന് പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? കർത്താവ് പുതുക്കാൻ ശക്തനാ. പുതുക്കത്തിന് വേണ്ടിയാണ് സങ്കീർത്തന്റെ വാക്യം വായിച്ചു. ലംഘനം ഏറ്റു പറയും എന്ന് പറഞ്ഞപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ച് തന്നു. പാപം സമ്മതിക്കണം. കഴിഞ്ഞു സമർപ്പിച്ചല്ലോ. നിന്റെ പാപം അകൃത്യം സമ്മതിക്കാം. അകൃത്യം സമ്മതിച്ച് അകൃത്യം ഏറ്റുപറഞ്ഞാൽ തുരുത്തി പുതുക്കപ്പെടുകയാണ്. സ്വഭാവങ്ങൾ മാറണം. ശാഠ്യം, വൈരാഗ്യം, പലവിധത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ പറ്റിപ്പിടിക്കുക. സ്തോത്രം. ഞങ്ങൾ ഉറപ്പിക്കട്ടെ, ഞാൻ പല സന്ദർഭങ്ങളിൽ ഒരുപാട് മേഖലകളിൽ ഒരുപാട് തിക്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏത് ദോഷം ചെയ്യുന്ന വ്യക്തിക്കും എന്ത് നന്മ ചെയ്യാൻ പറ്റുമോ ആ നന്മ ചെയ്യുക, അതാണ് എൻ്റെ കടപ്പാട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് 8 പ്രാവശ്യം എന്നെ സ്റ്റേഷനിൽ കയറ്റിയ ഒരാളുണ്ട്. പ്രാർത്ഥനയുടെ പേരിൽ, പ്രയർ ഹോമിൻ്റെ വാർക്കയുടെ പേരിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ. പക്ഷേ ആ വ്യക്തി ഒരു ദിവസം രാത്രി 9:30 ബൈക്കിടിച്ച് 3 വാരിയിൽ പൊട്ടി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. ഒരു സ്ത്രീയാ. 11:45 എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അപ്പൊ ഇവരുടെ ബോധം ഇടയ്ക്ക് മറിഞ്ഞ് ബോധം തെളിഞ്ഞു വരുമ്പോൾ അവർ വിളിച്ചു പറയും, എൻ്റെ വീടിൻ്റെ അടുത്തൊരു മത്തായി പാസ്റ്ററും ഒരു ടീച്ചറും ഉണ്ട്, ഒന്ന് വിളിക്കൂ. ആരുമില്ല, അനാഥയാ. 11:45 എനിക്ക് ഫോൺ വരികയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. നിങ്ങളുടെ നെയ്ബറായ ഒരു വ്യക്തി ഇവിടെ കിടപ്പുണ്ട്, ഇങ്ങനെ പറഞ്ഞു. മത്തായി പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു അതെ. ഞാൻ വൈഫിനോട് പറഞ്ഞു 5 മിനിറ്റ് ക്ഷണത്തിൽ റെഡിയാവണം. 5 മിനിറ്റും കൊണ്ട് വേഗത്തിൽ റെഡിയായി വണ്ടിയെടുത്ത് നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഓപ്പൺ സർജറി വേണം, 3 വാരിയിൽ പൊട്ടിയിരിക്കുന്നു, ഇന്നർ ബ്ലീഡിംഗ് ഉണ്ട്. ഒരു 2 കൈയും പൊട്ടലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കിടന്നാൽ പ്രശ്നമാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ആംബുലൻസ് എടുത്ത് അടുത്ത മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കളച്ച് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് രാവിലെ 11 മണിക്ക് ICUയിൽ സേഫായ ശേഷമാണ് ഞാൻ പുറത്തു വരുന്നത്. സ്തോത്രം. ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ദോഷത്തിനായി തീരരുത്, കരുണ കാണിക്കണമേ, ഒരതിശയം പ്രവർത്തിക്കണമേ. ഓപ്പറേഷൻ വേണ്ടി വന്നില്ല. 1 മാസം കൊണ്ട് വ്യക്തി റിക്കവറായി വീട്ടിൽ മടങ്ങി വന്നു. നാട്ടുകാർ പറഞ്ഞു, മത്തായി പാസ്റ്റർ ലിസി ടീച്ചർ ഉണ്ടായോണ്ട് ഞാൻ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഓർപ്പിക്കട്ടെ, ദോഷം ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാൻ പഠിക്കുക. ദൈവം കരുതുന്ന ദൈവമാണ്. പ്രൈസ്. ഇത് പുറത്ത വ്യക്തി. വിശ്വാസ ലോകത്തിൽ തിന്മ ചെയ്ത ഒത്തിരി പേരുണ്ട്. നന്മ അനുഭവിച്ച് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് അനുഭവിച്ചവർ എനിക്ക് ചെയ്ത തിക്ത അവസ്ഥ ഉണ്ട്. പക്ഷേ അതിനൊന്നും പ്രതികാരത്തിന് നിന്നില്ല. സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും പ്രാർത്ഥനയോടും ദൈവസനയിൽ നിൽപ്പാൻ കർത്താവിടയാക്കി. അങ്ങനെ ചെയ്തവർക്കും കർത്തൃമേശ ദൈവസനി പ്രാഗൽഭ്യത്തോടെ നുറുക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഹൃദയവിശാലത ദൈവം തന്നതുകൊണ്ട് ഇന്നും നിൽക്കുവാനിടയായി തീരുന്നു. ദൈവമക്കളെ, പ്രതികാരമോ പ്രതികാര ചിന്തകളോ വെടിഞ്ഞിട്ട് ദൈവസ്നേഹത്തിൽ ഐക്യതയിൽ നിൽക്കാൻ തയ്യാറാക്കുക. ദൈവം മാനിപ്പാൻ ശക്തനാണ്.
എന്നെ പുതുക്കണമേ, എന്നെ പുതുക്കണമേ. ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലകളിൽ വിരോധങ്ങൾ, വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ, ദൂഷ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് പുതുക്കത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ഈ രാത്രി നിന്റെ മേലൊരു അഭിഷേകം, നിന്റെ മേലൊരു പുതുവീഞ്ഞ്, ഇന്ന് രാത്രി നിന്റെ മേലൊരു പുതുവീഞ്ഞ് പകരുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ യെശയ്യാവിന്റെ പ്രവചനം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 16 വേഴ്സ് 8, 9, 10. ആ ആ അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു. അത് പടർന്ന് മരുഭൂമി വരെ പടർന്നിരുന്നു. അതിന്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു. എന്തോ ചെയ്യുന്ന? ഞാൻ മുന്തിരിവള്ളിയെ ഓർത്ത് കരയും. ഇന്ന് രാത്രി സ്ഥിതി തിരിച്ചറിയണം. ഈ ഭാഗത്ത് മാത്രം നിന്ന് മണിക്കൂർ പ്രസംഗിക്കാനുള്ള ദൂതുണ്ട്. ഓർപ്പിക്കട്ടെ, വേറൊരു സമയം ദൈവം അനുവദിച്ചാൽ ഞാൻ ഈ ഭാഗത്തെ വിശാലമായി പ്രസംഗിക്കും. ഇപ്പോൾ കയറി വന്ന ദൂതിന്റെ മുമ്പിൽ മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചു വിടുകയാണ്. മുന്തിരിവള്ളിയെ ഒടിച്ചു ആര്? ജാതീയ ശക്തികൾ. ഈ പറയുന്ന ഹെശ്ബോനും എലയാലയും ഒക്കെ രൂപന്റെയും ഗാദിന്റെയും അവകാശ ഭൂമിയായി ദൈവം അവർക്ക് സ്ഥാപിച്ചു കൊടുത്ത അവകാശ ഭൂമിയാണ്. ദൈവം തന്റെ ജനത്തിന് കൊടുത്ത അവകാശ ഭൂമിക്കകത്ത് പിന്നത്തെ ജാതീയ ശക്തികൾ തിരിച്ചു കയറി മുന്തിരിവള്ളിയെ ഒടിച്ചു മാറ്റി. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ? ദൈവം നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവിക അവകാശത്തിനകത്ത് മറ്റൊരു ശക്തി കടന്ന് കയറി ചില തകർച്ചകൾ വരുത്താൻ നോക്കുമ്പോൾ ശത്രുവിന്റെ ശക്തിയെ, ജാതീയ ശക്തിയെ നിന്റെ അവകാശത്തിനകത്ത് നിന്നിൽ കടന്ന് കയറാൻ അനുവദിച്ചുകൂടാ. അത് മുന്തിരിവള്ളിയെ ഒടിച്ചു മാറ്റുന്ന ശക്തിയാണ്. മുന്തിരിവള്ളി ഒടിഞ്ഞു പോയാൽ, മുന്തിരിവള്ളി നഷ്ടപ്പെട്ടു പോയാൽ മുന്തിരി കൊയ്ത്തില്ലാതാക്കും. മുന്തിരി കൊയ്ത്തില്ലാതെ പോയാൽ വീഞ്ഞില്ലാതെ പോകും. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കരയാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൂത് മനസ്സിലാകുന്നുണ്ട്? ദൂത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവസഭയാക്കുന്ന മുന്തിരി തോട്ടത്തിനകത്ത് പടർന്നു വികസിച്ച് വളരേണ്ട കൊമ്പുകൾ, മുന്തിരിങ്ങ കായ്ക്കേണ്ട കൊമ്പുകൾ, അതിനെ ഒടിക്കുന്ന ജാതീയ ശക്തി വളർന്നു വരുന്ന തലമുറകളെ ഒടിച്ചു കളയുന്ന, അവരുടെ ബുദ്ധിയെ തിരിക്കുന്ന, അവരുടെ ചിന്തയെ തിരിക്കുന്ന, അവരുടെ ലക്ഷ്യത്തെ തിരിക്കുന്ന, അവരെ ദൈവിക ഫലത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ തകർക്കുന്ന ദുഷ്ടന്റെ ശക്തികളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കരയാൻ എത്ര പേർ തയ്യാറുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന കണ്ണുനീരിന്റെ പ്രാർത്ഥനയായി, നിലവിളിയുടെ പ്രാർത്ഥനയായി ദൈവത്തിന് ഉയരുമെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയാം. ദൈവം ചിലതിന്റെ സ്ഥിതി മാറ്റും, ദൈവം ചിലതിനെ വളർത്തും, ദൈവം ചിലതിനെ ഫലവത്താക്കും, ദൈവം ചിലതിനെ ഉയർത്തും. ഈ രാത്രി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. എന്റെ മുന്തിരി വള്ളിക്ക് ദോഷം വരല്ല, കൊമ്പുകൾക്ക് ദോഷം വരല്ല. പ്രാർത്ഥിക്കാൻ തയ്യാറായ സ്ഥിതി മാറ്റാൻ ദൈവം ശക്തനാണ്. ചൂടരതര സത്തരതല ഭൗഷവര ഹംതരതല ഭൗഷ പ്രൗഢവരവസ്. ഹല്ലേലൂയ, ആമേൻ. താഴോട്ട് വായിച്ചപ്പോൾ അവിടെ രണ്ട് പദമുണ്ട്. ഒന്ന്, വേനൽ കനിക്കും, കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിലാണ്. ഒന്ന് വായിച്ചേ.
തൊട്ടുമോളിൽ വേനൽക്കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. മുന്തിരിക്കൊയ്ത്തിന് വേനൽക്കനി വേനൽക്കാലത്ത് ധാരാളമായി വളർന്നു വരേണ്ടത്, ഫലം വെളിപ്പെടേണ്ടത്, അതിന് പോർവിളി നേരിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയ, ആത്മസന്തതി ആത്മശക്തിയിൽ ആത്മകൃപയിൽ വർദ്ധിച്ചു വരാൻ കഴിയാതെ ചില പോർവിളികൾ ശത്രുവിന്റെ പോർവിളികൾ, പൈശാചികന്റെ പോർവിളികൾ, ജാതീയ പോർവിളികൾ, അതിന്റെ നടുവിലാണ് കരയേണ്ടത്. പോർവിളി തിരിച്ചറിഞ്ഞ് കരയാൻ തയ്യാറായ ശത്രുവിന്റെ മേൽ ജയം തരുവാൻ, മുന്തിരി കൊയ്ത്തില്ലാതാക്കുന്ന ശത്രുവിന്റെ പദ്ധതിയെ തകർത്ത് ജയം തരാൻ എന്റെ ദൈവം ശക്തനാണ്. ആമേൻ. പോരും പോരാട്ടവും പ്രവാചകന്മാരുടെ മാസ്റ്റർ പീസ് ഒന്നുമല്ല. തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നു. കർത്താവ് പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയത്തില്ല. ശത്രു ബലം ഇറക്കി കെട്ടി, ശത്രു ബലം നടിച്ച് തകർക്കാൻ നോക്കുമ്പോൾ അവനെ പിടിച്ചു കെട്ടാൻ നിന്റെ അകത്തൊരു ബലം വ്യാപരിക്കണോ, നിന്നിലൊരു ബലം വ്യാപരിക്കണോ, നിന്നിലൊരു ശക്തി വ്യാപരിക്കണോ. അങ്ങനെ ശക്തി വ്യാപരിച്ചാൽ പോർവിളി നടത്തുമ്പോൾ പോർവിളിക്കകത്ത് ശത്രുവിന്റെ ബലത്തെ തകർത്ത് ഒരു കൊയ്ത്തിന്റെ സന്തോഷം വെളിപ്പെടാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പോർവിളി നേരിട്ട് തിരിച്ചറിയണം. നമ്മൾ പലതും തിരിച്ചറിയത്തില്ല. അവസാനം എല്ലാം കഴിയുമ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, ഞാനിങ്ങനെ കേട്ടായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുക. ഇന്ന് രാത്രി ഓർത്തോളണം, ഊഹാഭോഗത്തിൽ പോകരുത്. പോർവിളി തിരിച്ചറിയണം. ദൈവജനം, ദൈവമക്കൾ, ദൈവദാസന്മാർ പോർവിളി തിരിച്ചറിഞ്ഞ് പൊരുതി ജയിക്കേണ്ടതിന് ആത്മബലം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. തിരിച്ചറിയുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈശോ മശിഹ വ്യക്തമായി ഓർപ്പിച്ച കാര്യമാണല്ലോ മുന്തിരിവള്ളിയെ കുറിച്ച്. വായിച്ചു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പിനെ ഒക്കെയും അവൻ നീക്കിക്കളയും. ഇന്ന് രാത്രി ഓർത്തോളണം, സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവിനോട് ചേർത്ത് പിടിക്കപ്പെട്ട കൊമ്പുകളാകുന്ന നാം ഫലം കൊടുക്കുന്നില്ലെങ്കിൽ, ഫലം കായ്ക്കുന്നില്ലെങ്കിൽ, ഫലമില്ലാത്തതിനെ അവൻ നീക്കുന്നവനാണ്. ഫലം കായ്ക്കണം, ആത്മഫലം കായ്ക്കണം. ആത്മാവിന്റെ ഫലങ്ങളൊക്കെ കാണാപ്പാടമാണല്ലോ, അല്ലേ? ആത്മാവിന്റെ ഫലം പിള്ളേർക്ക് ആരെങ്കിലും കാണാതെ പറയാമോ? പിള്ളേർക്ക് കാണാതെ പറയാമോ? കാണാതെ പറയുമോ ആത്മഫലം? പ്രൈസ് ദി ലോർഡ്. വലിയവരോട് ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞു. വേണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെടണം. അതെല്ലാം കൂടി വിവരിക്കാൻ നിൽക്കുന്നില്ല. സ്തോത്രം. നമുക്ക് പറയാൻ എളുപ്പാ, ഒന്ന് പ്രകടിപ്പിക്കാനാ ബുദ്ധിമുട്ട്. പ്രൈസ് ദി ലോർഡ്. പറയാൻ എളുപ്പം, പ്രകടിപ്പിക്കാൻ വലിയ പാടാ. സ്തോത്രം. പ്രസംഗിക്കാൻ എളുപ്പാ, ജീവിതത്തിൽ തെളിയിക്കാൻ വലിയ പാടാ. ഞാൻ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഇതൊന്ന് ജീവിതത്തിൽ പ്രായോഗികമാക്കിയെങ്കിൽ. സ്തോത്രം. ഞാനിങ്ങനെ വിശുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രസംഗിക്കുന്നുകൊണ്ട്
എന്നെ പലർക്കും എന്നോട് ദേഷ്യമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ കല്യാണമൊക്കെ വരുമ്പോൾ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ലിപ്റ്റിക്കും കൺമഷിയും ഐബ്രോയും പിരിയം വടിയും സ്തോത്രം പൊട്ടിക്കും സ്തോത്രം പൊട്ടിയടിച്ചും മുടിക്കകത്ത് ഏതാണ്ട് കാണിച്ചു. കൊച്ചു പിള്ളേരെ മാതാപിതാക്കൾ നിങ്ങൾ ഓർപ്പിക്കാം, നിങ്ങളാണ് തലമുറയെ നശിപ്പിക്കുന്നത്. കൊച്ചു പിള്ളേർ വളർന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ വെട്ടി താഴോട്ടിടും. അത് നോക്കും, ഞാൻ സുന്ദരിയായോ? പിന്നെ അതിന് മുടിയലാണ് സൗന്ദര്യം. നിങ്ങളാ നശിപ്പിക്കുന്നത്, അല്ല വേറെ ആരുമില്ല. പിന്നെ മെല്ലെ വിളിച്ചുകൊണ്ട് പോയി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. കൂടെ അമ്മയും കൂടി കയറി അമ്മയുടെ പിരിക്കും മക്കളുടെ ചുരുട്ടും. നശിപ്പിക്കരുത്. തിരുവെഴുത്തിൽ ആധികാരികമായി സത്യങ്ങളുണ്ട്. നീ കണ്ണിൽ മഷി എഴുതിയാലും, നീ മുടി പിന്നിയാലും, നീ വട്ടുവസ്ത്രം ധരിച്ചാലും നിനക്ക് വ്യർത്ഥമായി സൗന്ദര്യം വരുത്തുന്നു. തമ്പുരാന് കുഴപ്പമൊന്നും പറ്റിയിട്ടല്ല ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടത്. പിന്നെ തമ്പുരാനെ കളിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം കയറിയാലും കുഴപ്പമൊന്നുമില്ല. 3 പെമ്മക്കളുടെ അപ്പന ചങ്കു വിരിച്ച് നേരെ നിൽക്കാം. 2 പേരുടെ കല്യാണത്തിന് മാന്യമായി നിൽക്കാൻ അപ്പന് കഴിഞ്ഞു. ഒരു സ്വോത്രം അവർക്ക് പറഞ്ഞു. സ്വോത്രം. ഒരാളിപ്പോ കാനഡയിലുണ്ട്, പൗഡർ പോലും വേണ്ട അപ്പാന്ന് പറഞ്ഞു. ഒരാൾ വീട്ടിൽ എൻ്റെ കൂടെ ശുശ്രൂഷയിലാണ്. ഫാം ഡി പഠിച്ചു, ഭർത്താവ് എഞ്ചിനീയറാണ്. അതായത് ഖത്തറിൽ വന്ന് 2 കൊല്ലം ജോലി ചെയ്തേച്ച് ജോലി വിട്ടേച്ച് പോയി BD പഠിച്ചു. വന്ന് നിൽക്കുമ്പോഴാണ് കല്യാണം. അങ്ങനെ കർത്തൃവേലയിൽ തലമുറ നിൽക്കുക. മൂത്തയാൾ ജർമ്മനിയിലാണ്. കർത്താവ് 2 അവർ ഈ ആഴ്ച നാട്ടിലെത്തും. ഏപ്രിൽ തിരിച്ചു പോയി കർത്താവിൻ്റെ വേലയ്ക്ക് അവിടെ അടിസ്ഥാനം കൊടുക്കും. കർത്തൃവേലയുടെ ലക്ഷ്യമാണ് എൻ്റെ ആവശ്യം. മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ അവരുടെ ഉള്ളിൽ കൊടുക്കേണ്ട ഫീഡിങ് മോശയ്ക്ക് അമ്മ കൊടുത്തതുപോലെ ആത്മഭാരം കൊടുക്കണം, കർത്തൃവേലയുടെ ഭാരം കൊടുക്കണം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തു പറ, എന്റെ തലമുറയ്ക്ക് ദൈവവേലയുടെ ഭാരമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കൾ എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, എന്തും ആയിക്കോട്ടെ, IAS ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവരുടെ അകത്തൊരു തീ, ആത്മഭാരം. ആത്മഭാരം. ഇവിടെ കോടികൾ സമ്പാദിച്ചു കൂട്ടിയ ചിവിടം വിട്ടാൽ ഒരു മുട്ടുസൂചി കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഇവിടെ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും ഒരാത്മാവിനെ നേടിയാൽ നിത്യതയിൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സകലരും ഓർപ്പിക്കുന്നു, ആത്മാക്കളെ നേടണോ. ഞാൻ ഇന്ന് 2 മിനിറ്റ് ഈ ദൈവദാസനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. കർത്താവിനെ, നമ്മുടെ ആത്മാക്കൾക്കും നമ്മുടെ സഭകൾക്കും നമ്മുടെ ശുശ്രൂഷകന്മാർക്കും ആവശ്യം വിശ്വാസികളെ മാത്രം പറഞ്ഞ് ഒരുക്കുന്നതല്ല, എല്ലാവരിലേക്കും സുവിശേഷ ആത്മാവിനെ പകരണം. അവർ ക്യാമ്പുകളിലേക്ക് പോകണം. റെസ്റ്റ്ലെസ് ആയിട്ട് റെസ്റ്റ് കുറയ്ക്കണം. ഞാൻ 33 വർഷത്തിനിടയിൽ റെസ്റ്റ് കണ്ട ആളുകളൊക്കെ ചുരുക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി നേരം എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റിയാലായി. സ്വത്രം. അല്ലാതെ റെസ്റ്റ് ഒന്നുമില്ല. രാവും പകലും ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നു, ഉറങ്ങിക്കൊണ്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയുടെയൊക്കെ രക്ഷപ്പെട്ടു പോയതാ. കൂടെ ഇരിക്കുന്നവര് എന്നെ തോണ്ടി വിളിച്ച് ഓടിക്കാറുണ്ട്. സ്വത്രം. ശിശുരുടെ കഴിയുമ്പോൾ ക്ഷീണിക്കും. പക്ഷേ ക്ഷീണം അതിൻ്റെ അപ്പുറത്ത് അടുത്ത സ്ഥലത്തേക്ക് ഓടുക. പ്രൈസ്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ബാംഗ്ലൂർ വെച്ച് ഒരു രാവിലെ 11 മണിക്ക് തുടങ്ങിയ ശുശ്രൂഷ പിറ്റേ പ്രഭാതം 4 മണി വരെ നിന്നത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയത് പിറ്റേ പ്രഭാതം 4 മണി വരെയായിരുന്നു ശുശ്രൂഷ. ജനം ഇരിക്കാൻ തയ്യാറായി. ബാംഗ്ലൂർ സാബു എന്ന് പറയുന്ന ഒരു കർത്തൃദാസന്റെ ചർച്ചിൽ അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് വീണ്ടും തുടങ്ങി. അന്ന് രാത്രി എനിക്ക് തിരിച്ചു പോരണം. രാത്രി 9 മണിക്ക് എനിക്ക് ട്രെയിനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിൽക്കാവുന്നിടത്തോളം നിൽക്കും. 8 മണി വരെ നിപ്പിന്ന് ശുശ്രൂഷ. 8 മണിക്ക് അവരൊരു പൊതിയിലേതാണ്ട് പൊതിഞ്ഞു. ഞാൻ ഇട്ട ഡ്രസ്സ് വേഗം മാറ്റിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞ് കുളിച്ച് ഞാൻ അവിടെ നിന്ന് വേഗം വന്ന് വണ്ടിയെ കയറി ഏതിലേക്കോ ചാടിച്ച് റെയിൽവേ സ്റ്റേഷനെത്തി. 3-ാം മിനിറ്റിൽ വണ്ടി വന്ന് കിട്ടി.
റെസ്റ്റ് അല്ല വിഷയം. ദൈവമക്കളോട് ഓർപ്പിക്കാം, ഈ തലമുറയിൽ കരയാൻ, പ്രാർത്ഥിക്കാൻ, ആത്മഭാരമുള്ളവരാക്കാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. കായ്ക്കാത്തത് അവൻ വെട്ടുന്നവനാണ്, എന്നാൽ കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഇന്ന് രാത്രി അധിക ഫലം കഴിക്കാൻ എന്നെ ഒന്ന് ചെത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവൻ ചെത്തിവെടിപ്പാക്കുമ്പോൾ ഒട്ടു വേദനയുണ്ട്, ഒട്ടു പ്രയാസമുണ്ട്, ഒട്ടു ദുഃഖങ്ങളുണ്ട്. പക്ഷെ അധിക ഫലം വെളിപ്പെടുമ്പോൾ ഒരു വലിയ സന്തോഷം, ഒരു വലിയ കൊയ്ത്ത്, ഒരു വലിയ വീഞ്ഞ്, അതിന്റെ അനുഭവങ്ങൾ വെളിപ്പെടുകയോ. ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. 15-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 15-7-8 വാക്യങ്ങൾ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പി, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടും. അവൻ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ഓർപ്പിച്ചിട്ട് ആവർത്തിച്ചു പറയുന്നു. തൊട്ടു മുകളിൽ പറഞ്ഞത് കായ്ക്കാത്തത് വെട്ടും, കായ്ക്കുന്നത് അധികം ഫലത്തിന് ചെത്തും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിച്ച് എന്നിൽ ചേർന്ന് നിന്നാൽ, മുന്തിരിയോട് ചേർന്ന് കൊമ്പ് നിന്നാൽ, നിങ്ങൾക്ക് ചോദിക്കുന്നത്, യാചിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നൽകിത്തരാം. ഞാൻ ശക്തനായ ദൈവമാണ്. കർത്താവിൽ ബന്ധപ്പെട്ട് ചേർന്ന് നിന്നാൽ നിന്റെ ഭൗതിക വിഷയത്തിൽ, നിന്റെ ശാരീരിക വിഷയത്തിൽ, നിന്റെ മാനസിക വിഷയത്തിൽ, നിന്റെ ആത്മവിഷയങ്ങളിൽ എന്റെ കർത്താവ് ആവശ്യം നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. എന്നിട്ട് പറയുന്നു, ആവശ്യ നിവർത്തി മാത്രമല്ല, പിതാവ് മഹത്വപ്പെടേണ്ടതിന് വളരെ ഫലം കഴിക്കുന്ന, ഏത് സീസണിലും ഫലം കഴിക്കുന്ന ഫലമുള്ളവരായി തീരണോ. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. എന്റെ പിതാവ് മഹത്വപ്പെടുന്ന ഫലത്തിന്റെ ഉടമയായി തീരാ. ഈ രാത്രി എന്നെ സഹായിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഫലപ്രാപ്തിയുള്ളവരായി തീരണം. തുരുത്തി പുതുക്കണം, വീഞ്ഞ് പകരണം. രണ്ടും സേഫ് ആകും. 1-2 തുരുത്തിയെ പെട്ടെന്ന് തൊട്ട് ഞാൻ മടങ്ങി വന്ന് വാക്കുവിടെ ചുരുക്കി അല്പനിമിഷം ആരാധിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച ഇയ്യോബിന്റെ പുസ്തകം 32-19 വാക്യം. എന്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തി പോലെ പൊട്ടുമാറായിരിക്കുന്നു. സ്തോത്രം. എന്റെ ഉള്ളം അടച്ചുവെച്ച തുരുത്തി പോലെ. ഇത് അടച്ചു വെച്ചിരുന്നാൽ അതിനകത്തു വീഞ്ഞ് അതിന്റെ ലഹരി വർദ്ധിച്ച് അത് പൊട്ടിപ്പോകാനിടയാക്കും. ഇത് അടച്ചു വെക്കേണ്ടതല്ല, ഇത് തുറന്ന് പകരേണ്ടതാണ്. ഇന്ന് രാത്രി അടച്ചു വെച്ച തുരുത്തിയല്ല, പിന്നെയോ പകരുന്ന തുരുത്തി. നിന്റെ അകത്ത് വെളിപ്പെടുന്ന ആത്മശക്തി, നിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവിക അധികാരം, അത് പകരാൻ തയ്യാറാക്കണോ. ഈ രാത്രി ദൈവത്തോട് പറ, പൊട്ടിപ്പോകുന്ന അവസ്ഥയ്ക്ക് പകരുന്നൊരനുഭവത്തിനായി. സ്തോത്രം. അടച്ച തുരുത്തി അകത്തിരുന്ന് അത് പൊട്ടരുത്, അത് പകരാൻ തയ്യാറാകണം. ഇങ്ങോട്ട് നോക്കിയേ. പല ഹൃദയങ്ങൾക്കകത്തും ഒരുപാട് വിങ്ങുന്ന വേദനയും വിങ്ങുന്ന പ്രശ്നങ്ങളും വിങ്ങുന്ന ഭാരങ്ങളും വെച്ചുകൊണ്ട് അത് ഇപ്പൊ തകരും, ഹാർട്ട് ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞിരിക്കുക. നിന്റെ വിഷയത്തെ എവിടെ പകരണം? ദൈവസനി പകര. ഹന്ന ഹൃദയം പകർന്നപ്പോൾ അവളുടെ ജീവിതത്തിന് ആശ്വാസവും അവൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയും വെളിപ്പെടുവാനിടയായി തീർന്നെങ്കിൽ ഈ രാത്രി ആരോടൊക്കെയോ ആത്മ വിളിച്ചു പറയുന്നു, ഹൃദയത്തിൽ
ഹൃദയത്തിലെ ചില ആശയങ്ങള്, ഹൃദയത്തിലെ ചില വേദനകള്, ഹൃദയത്തിലെ ചില നൊമ്പരങ്ങള്, ഹൃദയത്തിലെ ചില ഭാരങ്ങൾ അത് പകരാൻ തയ്യാറാക്കാം. ദൈവം ആശ്വസിപ്പിക്കുന്നവനോ, ദൈവം ആശ്വസിപ്പിക്കുന്നവനോ. നിന്റെ അകത്ത് പകർന്ന ആത്മമണ്ഡലങ്ങള് ഒന്ന് തുറക്കാൻ തയ്യാറായാൽ അതിന്റെ സന്തോഷം വെളിപ്പെടും. ചിലർക്ക് ആശയവിനില്ല. പല കുടുംബത്തിലെയും പ്രശ്നം ആശയവിനിമയമില്ലാത്ത, പല കുടുംബത്തിലെയും പ്രശ്നം ആശയവിനിമയമില്ല. എന്തോ കേട്ട്, എന്തോ അറിഞ്ഞ്, എന്തോ ചിന്തിച്ച് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുക. ഇന്ന് രാത്രി കുടുംബങ്ങളെ തൊട്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, കുടുംബ ജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ദൈവകൃപയുടെ വ്യാപാരവും വെളിപ്പെടണമോ? ആശയവിനിമയം ആവശ്യമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുടെ തിരക്കും ജീവിതത്തിന്റെ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആശയവിനിമയത്തിന്, തലമുറയോട് ആശയവിനിമയം ചെയ്യാൻ, ഭാര്യ ഭർത്താക്കന്മാർ ആശയവിനിമയം ചെയ്യാൻ, ജീവിതത്തിന്റെ മേഖലകളിൽ മക്കളെ അറിയാൻ, അവരുടെ വിഷയങ്ങൾ അറിയാൻ, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അയ്യോ പാസ്റ്റർ, തിരക്ക് പിടിച്ച് അനവധി മാതാപിതാക്കൾ ഒട്ടുവിൽ ചങ്കത്ത് കൈയിട്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തിരക്കിന്റെ ഇടയിൽ എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, എന്റെ കുഞ്ഞുങ്ങളോട് മിണ്ടാൻ കഴിഞ്ഞില്ല, അവരുടെ വിഷയം അറിയാൻ കഴിഞ്ഞില്ല. ഈ രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. നിന്റെ തലമുറയോട് ആശയവിനിമയം ചെയ്യാൻ, ദൈവശബ്ദം ഓർപ്പിക്കാൻ, അവരുടെ ഭാരമറിയാൻ, അവരുടെ ഹൃദയമറിയാൻ, അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താൻ. അവർ നഷ്ടപ്പെട്ടു പോകല്ലേ, കുടുംബങ്ങളിൽ തകർത്തവരല്ല. ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ഈ രാത്രി ഏറ്റെടുക്കാം. സ്വത്രം. ഞാൻ പല കുഞ്ഞുങ്ങളോട് പലപ്പോഴും പേഴ്സണൽ സംസാരിക്കാറുണ്ട്. അവര് പറയുന്നത്, എൻ്റെ പപ്പയ്ക്ക് എൻ്റെ മമ്മിക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ലെന്നാ. ഞാൻ ചിലപ്പോൾ എൻ്റെ പിള്ളേരോട് സംസാരിക്കുന്നത് രാത്രി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അവരെ എൻ്റെ വണ്ടിയിൽ, എൻ്റെ കൂടെ വണ്ടിയിൽ വീഡിയോയിൽ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറയാനുള്ള മുഴുവൻ കേൾക്കാൻ. പ്രൈസലോ, ശുശ്രൂഷ തിരക്കമാണെങ്കിലും യാത്രാമധ്യേ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നിട്ട് എന്നും വിളിക്കും. പ്രൈസലോ, തലമുറയോട് സംസാരിക്കണം. ചിലര് മക്കളെ പഠിപ്പിക്കാൻ വിട്ടു, പിന്നെ മാസത്തിലൊരിക്കൽ അല്ല, നിന്റെ തലമുറയെ ദൈനംദിനം നീ കോണ്ടാക്ട് ചെയ്യണം. അവർക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുക്കണം. നീ ഇന്ന് പ്രാർത്ഥിച്ചോ, ഇന്ന് വചനം വായിച്ചോ, ഏത് ഭാഗത്താ വായിച്ചത്, അതിനകത്ത് എന്താ അകത്ത് കയറിയത്, ചോദിച്ചവരെ വചനത്തിൽ ഉറപ്പിക്കാൻ, അതിൽ നിന്നൊരു സന്ദേശം അവരോട് കൈമാറാൻ ഒക്കെ കഴിഞ്ഞാൽ തലമുറ അനുഗ്രഹിക്കപ്പെടും, കൈവിട്ടു പോകത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്ന് അടച്ചു വെച്ചതാ, അതൊന്ന് പകരാൻ തയ്യാറായാൽ ഫ്രീഡം വെളിപ്പെടും, സ്വാതന്ത്ര്യം വെളിപ്പെടും, നന്മ വെളിപ്പെടും. അടുത്തൊരു തുരുത്തി ഉൽപ്പത്തി പുസ്തകത്തില, പ്രൈസ് ദി ലോർഡ്, ഹാഗാറിന്റെ ബന്ധത്തിൽ 21-14 വാക്യത്തിൽ ഹാഗാർ അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളം കൊണ്ട് പോയി. അവൾ മരുഭൂമിയിൽ വെള്ളം തീർന്ന് ബാലന്റെ മരണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവളുടെ കണ്ണു തുറന്നു, ഉറവയെ തെളിയിച്ചു കൊടുത്തു. അവൾ തുരുത്തി ഉപേക്ഷിച്ചില്ല കേട്ടോ. വെള്ളം തീർന്നെങ്കിലും തുരുത്തി ഉപേക്ഷിച്ചില്ല. ചിലര് വെള്ളം തീർന്നാൽ തുരുത്തി എറിഞ്ഞു കളയും. ഇന്ന് രാത്രി ഓർത്തോ, ചിലത് തീർന്നാലും തുരുത്തി നഷ്ടപ്പെടുത്തരുത്. തുരുത്തി നഷ്ടപ്പെടാതിരുന്നതിനാൽ അവർക്ക് വേണ്ടി ദൈവം ഉറവ തുറന്നപ്പോൾ തുരുത്തിയിൽ വെള്ളമെടുത്ത് മകന് കൊടുക്കാൻ ഇടയായി. തലമുറയുടെ ജീവൻ രക്ഷിക്കുവാൻ, അവളുടെ ജീവൻ രക്ഷിക്കുവാൻ, മരുഭൂമിയിൽ വാഗ്ദത്തം വെളിപ്പെടുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, തുരുത്തി നഷ്ടപ്പെടരുത്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു യായേലിനെ കാണാം. അവളുടെ വീട്ടിൽ പാൽത്തുരുത്തി ഉണ്ടായിരുന്നു. 4:19 ജഡ്ജസ് ചാപ്റ്റർ 4:19. പ്രൈസ് ദി ലോർഡ്. അവളുടെ വീട്ടിൽ പാൽത്തുരുത്തി. അവളോട് അതെ രാജാവ് വന്ന് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാൽത്തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. വിവരിക്കാൻ നിൽക്കുന്നില്ല. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ,
ദൈവജനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ശത്രുവിന്റെ ശക്തി, അവൻ വന്ന വീട്ടിൽ കയറി അവന് പാൽത്തുരുത്തി തുറന്നു കൊടുത്തിട്ട് ശത്രുവിന്റെ ശക്തിയെ തകർത്തു മാറ്റി. ഈ രാത്രി തിരിച്ചറിഞ്ഞോ, നീ ദൈവത്തിന് കാത്ത് കാത്ത് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിനെ കരത്തിൽ തന്ന് ശത്രുവിനെ തകർക്കാൻ തക്കവണ്ണം നിനക്ക് ധൈര്യം പകരുന്നൊരു ദൈവമുണ്ട്. ഇസ്രായേലിന് വിജയം വെളിപ്പെടാൻ ദൈവം ഉപയോഗിച്ചൊരു സ്ത്രീയ. സഹോദരിമാരെ, നിന്റെ അകത്ത് പാൽത്തുരുത്തി വചനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 55:1-2 വാക്യങ്ങൾ വേഗത്തിലൊന്ന് തൊട്ടുവിട്ടേക്കാം. അതെ, അവിടെ എഴുതി വെച്ചിരിക്കും ഇങ്ങനെയാണ്: വന്ന് വാങ്ങി തിന്നുവിൻ, ദ്രവ്യവും വിലയും കൂടാതെ പാലും വീഞ്ഞും വാങ്ങിക്കൊള്ളുവിൻ. പാലും വീഞ്ഞും വചനവും ആത്മാവും എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കേണ്ടതിന്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, വചനത്താലും ആത്മാവിനാലോ ആത്മജീവൻ പ്രാപിച്ച് ശക്തിയോടെ മുന്നേറുവാൻ ഈ രാത്രി ആത്മാവ് തൂതറിയിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ്. തുരുത്തി പുതുക്കി വീഞ്ഞ് പകർന്ന് ദൈവനാമത്തിന് മഹത്വമായി തീരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. 119:83 എഴുതി വെച്ചിരിക്കുക: ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെയാകുന്നു. 2 വ്യാഖ്യാനങ്ങളാ. 1, പുതുക്കാൻ വേണ്ടി പുകയത്ത് വെക്കുന്നു. 2, പുതുക്കിയ തുരുത്തിയിൽ വീഞ്ഞ് പകർന്നിട്ട് അതിന് വീര്യം കൂടാൻ അതിനെ പുകയത്ത് വെക്കുന്നു. ഏതവസ്ഥയിലും പുതുക്കാൻ വേണ്ടി പുകയത്ത് വെച്ച് പുതുക്കിയെടുക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. തോൽപാത്രങ്ങൾ പുതുക്കാൻ പുകയത്ത് വെച്ചത് പുറത്തെടുത്ത് അതിനെ വീണ്ടും കഴുകിയെടുത്ത് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിതാക്കന്മാരുടെ നാളുകളിൽ തോൽത്തുരുത്തികൾ, തോൽപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. എങ്കിലും നിന്റെ ചട്ടങ്ങളെ, എഴുതി വെച്ച ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ പുതുക്കത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ ഒന്ന് ശരിയാക്കാൻ കാത്തിരിക്കുമ്പോൾ എനിക്ക് ദൈവത്തിന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൻ്റെ പരിശോധന ഘട്ടത്തിലും എൻ്റെ ജീവിതത്തെ ഒരുക്കേണ്ട ഘട്ടത്തിലും പ്രമാണത്തിൽ നകന്നു പോകാതെ ഞാൻ പ്രമാണത്തിൽ നിലനിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതിനെ പത്രോസ് എടുത്തു പറഞ്ഞപ്പോൾ അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയാണല്ലോ. 27 മുതലുള്ള വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുക: അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ദാസന്മാരുമേലും ദാസിമാരുമേലും ഞാൻ ആ നാളുകളിൽ ആത്മാവിനെ പകരും. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ, അന്ത്യകാലമാണിത്, ആത്മപകർച്ചയുടെ കാലമാണിത്. ഇന്ന് രാത്രി ദൈവത്തോട് പറ: കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ പുതുക്കാൻ സമർപ്പിക്കുന്നു. എന്നിൽ ആ ആത്മപകർച്ച. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് ശ്രീകാര്യം IPC ചർച്ചിൽ മീറ്റിങ്ങിന് പോയപ്പോൾ എന്നെ അതിശയപ്പെടുന്നൊരു കാര്യമുണ്ട്. 6 വയസ്സുള്ള കുഞ്ഞ് ഇതുപോലെ ഫ്രണ്ടിൽ വന്നിരിക്കുകയായിരുന്നു. 6 വയസ്സ്. ആത്മസ്നാനം പ്രാപിക്കാനുള്ളവർ മുന്നോട്ട് വന്നപ്പോൾ ആ കൊച്ചു കൈ ഉയർത്തിപ്പിടിച്ചു. 6 വയസ്സേ ഉള്ളൂ. പാസ്റ്റർ അലക്സ് ജോണിന്റെ കുഞ്ഞ കൈ ഉയർത്തിപ്പിടിച്ചു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് ചോര ഒഴുകുന്നത് പോലെ ചുടു കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുക. യേശു അപ്പാ, എന്നെ നിറയ്ക്കണേ, എന്നെ നിറയ്ക്കണേ, എന്നെ നിറയ്ക്കണേ എന്ന് കണ്ണു നിറഞ്ഞ് ഒഴുകുക. കളിയല്ല, തമാശല്ല, ചിരിയല്ല, കണ്ണു തുറന്ന് നോക്കി നിൽക്കുകയല്ല. പ്രാപിക്കാനുള്ള ദാഹത്തോടെ 6 വയസ്സുകാരി കണ്ണു നിറഞ്ഞ് കൈപ്പോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ആത്മമണ്ഡലം തുറക്കപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തുള്ളിച്ചാടി ആത്മാവിൽ അന്യഭാഷ സംസാരിക്കുക. 6 വയസ്സുകാരി ആരാധനയെല്ലാം തീരുമ്പോൾ ആ കുഞ്ഞ് കണ്ണു നിറഞ്ഞ് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞിട്ട് പറഞ്ഞു: പാസ്റ്റങ്ങള്, ഞാനൊരു വെളിച്ചം ഇങ്ങനെ പൊങ്ങി ഇതിനകത്തിങ്ങനെ കറങ്ങുന്ന കാഴ്ച കണ്ടു. 6 വയസ്സുകാരി
കന്യകാരിക്ക് അകത്താത്മശക്തി ഏറ്റെടുത്ത് ദർശനം കാണാൻ കഴിഞ്ഞെങ്കിൽ ഇതിനകത്തിരിക്കുന്ന തലമുറകളും ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളും ആത്മശക്തി കത്തിനിറക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് തുരുത്തി പുതുക്കട്ടെ, വീഞ്ഞു പകരട്ടെ, ദൈവകൃപകൾ ചൊരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിനിടം കൊടുക്കാം, ആത്മാവിനിടം കൊടുക്കാം, ആത്മാവിനിടം കൊടുക്കാം. ആത്മശക്തിക്ക് വിധേയപ്പെടട്ടെ. ചൂടര ഹത്തര ഭൗഷവ റുബനവ ഹംതല ചൂടൽ കമരവ സൈദ ചൂടല കണ്ടര ഹട്ട പ്രൗഷസ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഹൃദയങ്ങൾ പുതുകട്ടെ, ഹൃദയങ്ങൾ തുറക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അവശ്യബോധം വെളിപ്പെടട്ടെ, ആത്മാവിന് ദാഹം വെളിപ്പെടട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു വീഞ്ഞിൻ നദി, ജീവജല നദി, ആത്മനദി ഇതിനകത്ത് ഒഴുകട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. ഒരു വാക്കോർപ്പിച്ച് അല്പനിമിഷം ആരാധിക്കാൻ പോവാ. സങ്കീർത്തനങ്ങൾ 56:8 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ. ഇന്ന് രാത്രി ദൈവമക്കൾ ഓർത്തോളണം, നീ ഒഴുക്കുന്ന കണ്ണുനീര് അത് ചിലപ്പോൾ കവിൾത്തടത്ത് വറ്റിക്കാണും, അത് നിന്റെ ഷാളിൽ വറ്റിക്കാണും, അത് നിന്റെ ടൗലിൽ വറ്റിക്കാണും, അത് നിന്റെ കിടക്കയിൽ വറ്റിക്കാണും. പക്ഷെ ഇന്ന് രാത്രി ഓർത്തോ, എവിടെയൊക്കെ നീ കണ്ണീരൊഴുക്കിയിട്ടുണ്ടോ, രഹസ്യത്തിലാണോ പരസ്യത്തിലാണോ, പ്രാർത്ഥനയ്ക്കകത്താണോ ആരാധനയ്ക്കകത്താണോ ഉൾമുറിക്കകത്താണോ, ആ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് അതൊരു തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്. അതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരാരും കണ്ടില്ലെങ്കിലോ, നിന്റെ കണ്ണുനീരിനാരും വില കൽപ്പിച്ചില്ലെങ്കിലോ വില കൽപ്പിക്കുന്ന ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി കരയുന്ന മാതാവ്, കരയുന്ന സഹോദരി, കരയുന്ന സഹോദര, കരയുന്ന കുഞ്ഞ്, നിന്റെ കണ്ണുനീരിന് ഫലം ദൈവം തരാൻ ശക്തനാ. ജീസസ്, ജീസസ്, ജീസസ്. തുരുത്തി ഒന്ന് പുതുക്കാം, പകരേണ്ടത് ഏറ്റെടുക്കാം, ഫലം കഴിക്കാം.